കൊണ്ടല്ല. നമ്മളെ നൂറെ ഹബീബ തങ്ങൾ എന്തായിരുന്നു ചെയ്തത്? നമ്മളെ നൂറെ ഹബീബ തങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? ഞാൻ ചിരിക്കുന്നതല്ല കേട്ടാ. നമ്മളെ സാബിത്താനെ എല്ലാവർക്കും അറിയില്ല, അറിയാത്ത ആളില്ല. ഇപ്പൊ തുറന്നു നോക്കിയാൽ സാബിത്താൻ്റെ വീട് എന്നെ കാണുന്നുള്ളത്. പക്ഷേ ഇല്ലേ, സാബിത്ത ഇല്ലേ ഇപ്പൊ പ്രസംഗിക്കാനും തുടങ്ങിയിട്ടുണ്ടെന്ന് പോലെ പാട്ടും കളിയും നിർത്തിയ സാബിത്ത. പക്ഷേ ഇല്ലേ, ആ പ്രസംഗിക്കുന്ന രീതിയിൽ മോഹൻലാലിനാണ് കത്തിരിഞ്ഞിട്ട് ഡയലോഗ് പറയുന്നില്ല മോഹൻലാൽ, അതുമാതിരിയുള്ള പ്രസംഗമാണ് സാബിത്താൻ്റെ. അത് മാത്രമല്ല കേട്ടോ, ഇതിൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നു സാബിത്താനെ നമ്മളെ നൂർ ഹബീബി തങ്ങൾ തല തടിയിട്ടുണ്ടെന്ന് തോന്നും. കാരണം വെച്ചാൽ സാബിത്ത ആ പ്രസംഗിക്കുന്നിടയിൽ നിന്ന് നൂർ ഹബീബി തങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തല്ല കഥ, എടുത്തേക്ക് എത്തി ദുനിയാവ്. പഠിച്ചാണ് സാബിത്ത, നിങ്ങൾ അടിച്ച് പൊളിക്കുക സാബിത്ത. അപ്പോൾ ഉടനെ ഞമ്മല്ലോ ഉണ്ട്, നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. പറയുന്ന ആൾ പറയട്ട് സാബിത്ത, നിങ്ങൾ അടിച്ച് പൊളിക്ക്. അപ്പോൾ ഇല്ല, പക്ഷേ ഇല്ല, ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോട്ടാ. അതിൽ ഒരുപാട് കാര്യങ്ങൾ സാബിത്ത പറയുന്നുണ്ട്. മാഷാ അല്ലാ, സാബിത്തക്ക് എന്നില്ല പ്രസംഗിക്കാൻ. കാരണം വെച്ചാൽ ഒരുപാട് യൂട്യൂബിൽ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അറിവില്ലായ്മകൾക്ക് അറിവും പകരുന്നുണ്ട്. പക്ഷെ സാബിത്ത, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നിങ്ങൾ പ്രസംഗിക്ക്. സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കുണ്ടാവുമോ. എന്നിരുന്നാലും നിങ്ങൾ ആ വീഡിയോ കാണട്ടാ. മാഷാ അല്ലാ. എന്റെ പൊന്നാര പൊന്നുമക്കളെ, നിങ്ങൾ എന്നോട് എന്റെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണേ, എന്റെ മുത്തുമണികളൊന്ന് ഓർക്കണേ. എന്താണെന്ന് നിങ്ങൾ അറിയോ? ഈ കമന്റ് ഇടുന്നവരും അല്ലാത്ത റിലാക്റ്റീവ് വീഡിയോസ് ഇടുന്നവരും മറ്റ് യൂട്യൂബ് ചാനലുകാരുകളും എന്നെ പറ്റിയിട്ട് റിലാക്റ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ട് കുറ്റവും പറഞ്ഞിടുന്ന കുറെ വീഡിയോസുകളുണ്ട്, കുറെ യൂട്യൂബാറുണ്ട്. ആ യൂട്യൂബാറെല്ലാം ഞാൻ ഡാൻസ് കളിച്ചത് കൊണ്ടല്ല, ഞാൻ നൂല് പന്തിരിച്ചത് കൊണ്ടല്ല. നമ്മളെ നൂറെ ഹബീബ തങ്ങൾ എന്തായിരുന്നു ചെയ്തത്? നമ്മളെ നൂറെ ഹബീബ തങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? നൂറെ ഹബീബ തങ്ങൾ ആയിരക്കണക്കിന് പാവങ്ങളെ സഹായിക്കുകയും ലക്ഷക്കണക്കിന് പെൺകുട്ടികളും ജാതി മതമില്ലാതെ പെൺകുട്ടികളെ അവര് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മുത്തുമണിയല്ലേ നൂറെ ഹബീബ തങ്ങൾ. അവരെ തകർക്കാൻ നോക്കിയവരല്ലേ നിങ്ങൾ, അവരെ തകർക്കാൻ നോക്കിയവരല്ലേ കമന്റാളികളെ, എന്റെ വീഡിയോസ് എടുത്ത് റിലേറ്റ് ചെയ്യുന്ന യൂട്യൂബറെ. നിങ്ങൾ ഇവന്റെ നൂറെ ഹബീബ തങ്ങളെ തകർക്കാൻ നോക്കിയതല്ലേ? പിന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണേ, നൂറെ ഹബീബ തങ്ങളെ ഞാൻ പൊന്തിച്ച് പറയുന്നത് കൊണ്ടും അവരെ കൊണ്ട് നല്ലത് പറയുന്നതും കൊണ്ടാണ് മക്കളെ എന്നെ ആർക്കും കണ്ടുകൂടാത്തത്. എന്നെ